ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിമിഷ. പ്രധാന വാർത്തകൾ. നവീകരിച്ച 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ചിറയൻകീഴ്, വടകര, മാഹി സ്റ്റേഷനുകളും പദ്ധതിയിൽ. 8 മാസത്തിനുള്ളിൽ 100 അമൃത് സ്റ്റേഷനുകൾ കൂടി തയ്യാറാകുമെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചകഴിഞ്ഞ് പ്രഖ്യാപിക്കും. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ. വാർത്തകൾ വിശദമായി. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആധുനിക സൌകര്യങ്ങളോടെ നവീകരിച്ച 103 അമൃത് ഭാരത് സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. രാജസ്ഥാനിലെ ബിക്കാനീറിൽ നിന്ന് വെർച്വലായാണ് ഉദ്ഘാടനം. ബിക്കാനീറിൽ 26,000 കോടി രൂപയുടെ വികസന പദ്ധതികളും പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. കേരളത്തിലെ ചിറയൻകീഴ്, വടകര സ്റ്റേഷനുകൾക്ക് പുറമെ മാഹി റെയിൽവേ സ്റ്റേഷനും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. വടകരയിലെ ചടങ്ങിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, എംപിമാരായ ഷാഫി പറമ്പിൽ, പി.ടി. ഉഷ, കെ രമ എംഎൽഎ തുടങ്ങിയവർ പങ്കെടുക്കും. വിപുലമായ സൌകര്യങ്ങളാണ് യാത്രക്കാർക്കായി വടകര സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുന്നത്. 7 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നടപ്പാക്കിയത്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമായ മാഹിയിലെ റെയിൽവേ സ്റ്റേഷൻ യാത്രക്കാർക്ക് ഏറ്റവും മികച്ച സൌകര്യങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്. ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന സ്റ്റേഷൻ ആരെയും ആകർഷിക്കുന്ന വിധത്തിലാണ് നവീകരിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ.ഒ. ശശിധരൻ. 16 കോടിയോളം രൂപ ചെലവഴിച്ചാണ് മാഹി റെയിൽവേ സ്റ്റേഷൻ നവീകരണം പൂർത്തിയാക്കിയത്. യാത്രക്കാർക്ക് സൌകര്യപ്രദമായ രീതിയിലുള്ള ടിക്കറ്റ് ബുക്കിംഗ് ഓഫീസ്, കൂടുതൽ ടിക്കറ്റ് വിൽപ്പന യന്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ വിശ്രമമുറി, ശുചിമുറികൾ, 2 പ്ലാറ്റ്ഫോമിലും ഷെൽട്ടറുകൾ, ഇരിപ്പിടങ്ങൾ, ലിഫ്റ്റ് സൌകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. പുതിയ പ്രവേശന കവാടവും ദിവ്യാംഗർക്കായുള്ള സൌകര്യങ്ങളും സ്റ്റേഷനിൽ സ്ഥാപിച്ചിട്ടുണ്ട്. സ്റ്റേഷന്റെ ഇരുവശത്തും വിശാലമായ വാഹന പാർക്കിംഗ് ഏരിയയുമുണ്ട്. മാഹി സ്റ്റേഷനിൽ രാവിലെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസനാഥൻ, മാഹി എംഎൽഎ രമേശ് പറമ്പത്ത്, മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർ സംബന്ധിക്കും. 8 മാസത്തിനുള്ളിൽ 100 അമൃത് സ്റ്റേഷനുകൾ കൂടി തയ്യാറാകുമെന്നും 2027ഓടെ 500 സ്റ്റേഷനുകളുടെ പുനർവികസനം പൂർത്തിയാകുമെന്നും കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അറിയിച്ചു. നവീകരിച്ച ദേശ്നോക് അമൃത് സ്റ്റേഷൻ സന്ദർശിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ മൻ കി ബാത് പരിപാടി ഈ മാസം 25-ന് രാവിലെ 11-ന് ആകാശവാണിയിലും ദൂരദർശനിലും. മൻ കി ബാതിന്റെ 122ാം പതിപ്പാണിത്. പരിപാടിയിലേക്ക് നിർദ്ദേശങ്ങളും ആശയങ്ങളും നാളെ വരെ സമർപ്പിക്കാം. നരേന്ദ്രമോദി ആപ്പിലും മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലും ടോൾ ഫ്രീ നമ്പറിലും ഇതിന് സൌകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂരിന്റെ വിജയം ആഘോഷിക്കുമ്പോൾ ഇന്ത്യൻ സൈനികരുടെ ധീരതയെ അഭിവാദ്യം ചെയ്യുന്ന ആകാശവാണി പരമ്പരയിൽ ഇന്ന് 1971 ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പരമവീര ചക്ര ജേതാവ് സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേതാർപാലിനെ അനുസ്മരിക്കുന്നു. റിപ്പോർട്ട്. മഹാരാഷ്ട്രയിലെ പുനെ സ്വദേശി സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാൽ 1971 ജൂണിലാണ് പൂനെ ഹോഴ്സിൽ ചേർന്നത്. യുദ്ധകാലത്ത് 17 പൂന ഹോഴ്സിനെ ഇന്ത്യൻ സൈന്യത്തിന്റെ 47ാമത് ഇൻഫൻട്രി ബ്രിഗേഡായി നിയോഗിച്ചു. ബസന്തർ നദിക്ക് കുറുകെ പാലം സ്ഥാപിക്കുക എന്നതായിരുന്നു ഇവർക്ക് നിശ്ചയിച്ച ജോലി. പാലം പൂർത്തിയാക്കിയ ശേഷം എഞ്ചിനീയർമാരെ മൈൻ നീക്കം ചെയ്യുന്നതിന് നിയോഗിച്ചു. അതിനിടയിൽ ശത്രുവിന്റെ നീക്കത്തെക്കുറിച്ച് സൂചന ലഭിച്ച അരുൺ ഖേദർപാൽ 2 ടാങ്കുകളിലായി സൈന്യവുമായി ശത്രുവിനെ നേരിട്ടു. ആക്രമണത്തിനിടെ രണ്ടാമത്തെ ടാങ്കിന്റെ കമാൻഡർ കൊല്ലപ്പെട്ടു. എന്നാൽ ശത്രുക്കളെ കീഴടക്കുന്നതുവരെ അരുൺ ഖേദർപാൽ ഒറ്റയ്ക്ക് ആക്രമണം തുടർന്നു. ഭീകരമായ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ 10 ടാങ്കുകൾ നശിപ്പിച്ചു. ഇതിൽ 4 സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാലാണ് തകർത്തത്. പിന്നീട് അദ്ദേഹത്തിന്റെ ടാങ്കിനെ വെടിയേറ്റ് തീപിടിച്ചെങ്കിലും ശത്രുനിരയെ നിഷ്പ്രഭമാക്കി ധീരനായ അരുൺ ഖേദർപാൽ വീരമൃത്യു വരിച്ചു. ശത്രുവിനെ നേരിടുന്നതിൽ അസാമാന്യ ധീരതയും സ്ഥൈര്യവും കർത്തവ്യ നിർവഹണ സാമർഥ്യവും പ്രകടിപ്പിച്ച സെക്കൻഡ് ലഫ്റ്റനന്റ് അരുൺ ഖേദർപാലിനെ രാഷ്ട്രം അഭിവാദ്യം ചെയ്യുന്നു. ഭീകരത പാക് നയത്തിന്റെ ഭാഗമാണെന്നും ഇസ്ലാമാബാദ് എങ്ങനെയാണ് തീവ്രവാദത്തെ സ്പോൺസർ ചെയ്യുന്നതെന്ന് ലോകത്തെ അറിയിക്കുമെന്നും സഞ്ജയ് കുമാർ ഝാ എംപി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ സംബന്ധിച്ച നയതന്ത്ര ഇടപെടലുകളുടെ ഭാഗമായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന് മുമ്പ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നടത്തുന്ന ഈ വർഷത്തെ യാത്ര സമാപിച്ചു. പുലർച്ചെ 1-ന് കരിപ്പൂരിൽ നിന്ന് പുറപ്പെട്ട അവസാന വിമാനം 4:30-ക്ക് ജിദ്ദ വിമാനത്താവളത്തിലെത്തി. 88 പുരുഷന്മാരും 81 സ്ത്രീകളുമടക്കം 169 തീർത്ഥാടകരാണ് അവസാന സംഘത്തിലുള്ളത്. ക്യാമ്പ് സമാപന സംഗമം മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ഹജ്ജ് യാത്രികർക്ക് മികച്ച സൌകര്യവും സേവനവും നൽകിയ വിമാനത്താവള ഡയറക്ടർ സി വി രവീന്ദ്രനാഥിന് ചടങ്ങിൽ ഉപഹാരം നൽകി.
സംസ്ഥാന ഗവൺമെന്റിന്റെ ലഹരിവിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി മന്ത്രി വി അബ്ദുറഹ്മാൻ നേതൃത്വം നൽകുന്ന ലഹരിവിരുദ്ധ സന്ദേശയാത്ര ഇന്ന് ഇടുക്കി ജില്ലയിൽ പര്യടനം നടത്തും. രാവിലെ രാമക്കൽമേട്ടിൽ നിന്ന് ആരംഭിച്ച് തൊടുപുഴയിൽ സമാപിക്കുന്ന വിധമാണ് പരിപാടിയുടെ ക്രമീകരണം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ജില്ലാ സ്പീഷീസ് പ്രഖ്യാപനം മറ്റന്നാൾ രാവിലെ മന്ത്രി എ കെ ശശീന്ദ്രൻ ഭട്ട് റോഡ് ബീച്ചിലെ സമുദ്ര കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തും. സംസ്ഥാനത്ത് ആദ്യമായാണ് ജനകീയ ഇടപെടലിലൂടെ ജൈവ വൈവിധ്യ പ്രതീകങ്ങളെ പ്രഖ്യാപിക്കാനൊരുങ്ങുന്നത്. ആവർത്തിക്കുന്ന തീപിടുത്തത്തിൽ നിന്നും കോഴിക്കോടിനെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി കോഴിക്കോട് സൌത്ത് നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച ജനജാഗ്രത സദസ്സ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും കെടുകാര്യസ്ഥതകളുടെ ഇരയാണ് കോഴിക്കോട് നഗരമെന്ന് അദ്ദേഹം പറഞ്ഞു. കെപിസിസി ഭാരവാഹി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. സണ്ണി ജോസഫ് അധ്യക്ഷനായ ശേഷം ചേരുന്ന ആദ്യ യോഗമാണ് ഇന്നത്തേത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലങ്ങൾ മന്ത്രി വി ശിവൻകുട്ടി ഉച്ചകഴിഞ്ഞ് 3-ന് പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിലൂടെ 3:30 മുതൽ ഫലമറിയാം. 4,44,000-ലധികം വിദ്യാർത്ഥികളാണ് പ്ലസ് ടു പരീക്ഷ എഴുതിയത്. 26,000-ലേറെ വിദ്യാർത്ഥികൾ വിഎച്ച്എസ്സി രണ്ടാം വർഷ പരീക്ഷ എഴുതി. ഇന്ന് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം. ജൈവ വൈവിധ്യം നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഐക്യരാഷ്ട്രസഭ 2000 മുതൽ എല്ലാ വർഷവും മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 14 ജില്ലകളിലും പ്രകൃതിയുമായി സൌഹൃദവും സുസ്ഥിര വികസനവും എന്ന സന്ദേശത്തിൽ വിവിധ വിഷയങ്ങളിൽ നയരൂപീകരണ ശില്പശാലകൾ നടക്കും. ഇതിന്റെ ഭാഗമായി കാസർകോട് ഡിപിസി ഹാളിൽ അധിനിവേശ ജീവജാലങ്ങളുടെ നിയന്ത്രണവും ജൈവ വൈവിധ്യ പുനഃസ്ഥാപനവും എന്ന വിഷയത്തിൽ രാവിലെ സംഘടിപ്പിക്കുന്ന ശില്പശാല ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്യും. പ്രമുഖ കന്നഡ സാഹിത്യകാരിയും അഭിഭാഷകയുമായ ബാനു മുഷ്താഖ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനത്തിന് അർഹയായി. 12 ചെറുകഥകളുടെ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം. ആദ്യമായാണ് ചെറുകഥാ സമാഹാരത്തിന് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത്. ലണ്ടനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ബാനു മുഷ്താഖും പരിഭാഷക ദീപാ ബസ്തിയും പുരസ്കാരം ഏറ്റുവാങ്ങി. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് പ്ലേ ഓഫിൽ പ്രവേശിച്ചു. മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ ഡൽഹി 59 റൺസിനാണ് അവർ തോൽപ്പിച്ചത്. ഇതോടെ ഡൽഹി ക്യാപിറ്റൽസ് ഈ സീസണിൽ നിന്ന് പുറത്തായി. ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-ക്കാണ് മത്സരം. സംസ്ഥാന ഗവൺമെന്റിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന കൊല്ലം ജില്ലാതല യോഗം ഇന്ന് യുനെസ് കൺവെൻഷൻ സെന്ററിൽ ചേരും. രാവിലെ 10-ന് ആരംഭിക്കുന്ന യോഗത്തിൽ ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സംവദിക്കും. വൈകിട്ട് കൊല്ലം കന്റോൺമെന്റ് ഗ്രൌണ്ടിൽ എൽഡിഎഫ് സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. പത്തനംതിട്ട ജില്ലയിൽ എന്റെ കേരളം പ്രദർശന വിപണന കലാമേള ഇന്ന് സമാപിക്കും. വൈകിട്ട് 4-ന് സമാപന സമ്മേളനം മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ ഒരാഴ്ചയായി നടന്നു